നമസ്കാരം. മൗനം തുടർന്ന് ഗവർണർ. ഒപ്പം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധി. തമിഴകത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഗവർണർക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ശശികല രംഗത്ത് വന്നു. ഗവർണർ തീരുമാനം വൈകിപ്പിക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്നുണ്ടെന്ന് ശശികല പ്രതികരിച്ചു. മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കാത്തതിലും ദുരൂഹതയുണ്ട്. ഇതിന് പിന്നിൽ BJP-യും DMK-യുമാണെന്നും ശശികല ആരോപിച്ചു. താൻ ആരെയും തടവിൽ വെച്ചിട്ടില്ലെന്നും ശശികല വ്യക്തമാക്കി. எங்களுடைய சட்டமன்ற உறுப்பினர்கள் யாரையும் அடைத்து வைக்கவில்லை. நீங்கள் அனைவரும் கண்கூடாக பார்க்கிறீர்கள். ஒரு நல்ல குடும்பமாக இங்கே இருக்கிறார்கள். இதை நீங்கள் பார்க்க வேண்டும். இதிலிருந்தே நீங்கள் புரிந்து கொள்ளலாம். சட்டமன்ற உறுப்பினர்களை அடைத்து வைத்திருக்கிறார்கள் என்றெல்லாம் சொன்னார்கள். தெள்ளத் தெளிவாக இத்தனை ஊடகக்காரர்களும் பத்திரிகை நிருபர்களும் நன்றாக பார்த்து கொள்ளுங்கள். രാഷ്ട്രീയ നാടകങ്ങൾ കൊഴുക്കുമ്പോൾ ഗവർണറുടെ മൗനം അതിൽ നിന്നും വായിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ജോർജ് കുര്യൻ BJP നേതാവ്, MA മസൂദ് AIADMK കേന്ദ്ര കമ്മിറ്റി അംഗം, ഒപ്പം ദേവദാസ് മാധ്യമപ്രവർത്തകൻ, ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ തത്സമയം ചേരും. DMK നേതാക്കളെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ ജോർജ് കുര്യൻ, തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടുന്നു. ആ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഈ ദിനങ്ങൾ പിന്നിടുമ്പോഴും ആക്കം കൂടി വരികയാണ്. അവിടെ ഭരണഘടനാപരമായ ഇടപെടൽ നടത്തേണ്ട ഗവർണർക്ക് മുന്നിലേക്ക് പലകുറി ശശികല പോകുന്നു, നമ്പറുകൾ കാണിക്കുന്നു. അതിൽ തട്ടിയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഗവർണർ തുടരുന്ന മൗനം, അതിലെന്തെങ്കിലും അസ്വാഭാവികത വായിച്ചെടുക്കേണ്ടതുണ്ടോ? അതോ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ശശികല കൂടി വാർത്താസമ്മേളനം നടത്തി ദുരൂഹത ആരോപിക്കുന്നു? എങ്ങനെ വേണം രാഷ്ട്രീയ സാഹചര്യത്തെ ഗവർണറുടെ നിലപാടിനെ കാണാൻ? അല്ല, ഇന്ത്യയിൽ ഗവർണർ ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി വിധിയില്ല. ബൊമ്മൈ കേസിൽ പോലും പറഞ്ഞിട്ടില്ല. വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്കുതകുന്ന രീതിയിൽ ഗവർണർ തീർച്ചയായിട്ടും തീരുമാനമെടുക്കണം. ഇവിടെയുള്ളൊരു വിഷയം, ശശികലയ്ക്ക് എതിരായിട്ടുള്ള അല്ലെ ശശികലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി ഒരാഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ശരി. മറ്റൊന്ന്, ഈ ആധുനിക ജനാധിപത്യത്തിൽ ഒരുപക്ഷെ നേരത്തെയൊക്കെ തന്നെ എല്ലാ പാർട്ടിക്കാരും MLA-മാരെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്, മറ്റ് സംസ്ഥാനത്ത് തന്നെ താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സവിശേഷമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ MLA-മാർക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള അവസരമെങ്കിലും അവർ കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന MP-മാർ അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജനങ്ങളുടെ ഹിതം കൂടി ഏതാണ്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക. MLA-മാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരം അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗവർണർക്ക് അതും കൂടി പരിശോധിക്കാനുണ്ട്. മറ്റ് ഐക്യകണ്ഠേന നേരത്തെ ശശികലയെ തിരഞ്ഞെടുത്ത ആ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിനുശേഷമാണ് പന്നീർശെൽവം പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് രാജിവെപ്പിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും MLA-മാർക്ക് കൂടിയിട്ട് ഒരു ലീഡറെ തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ആ തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള സംശയങ്ങൾ, കാരണം ഒരു നോട്ടീസ് കൊടുത്തിട്ടല്ല, ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടല്ല ശശികലയെ തിരഞ്ഞെടുത്ത ആ മീറ്റിംഗ് കൂടിയത്. MLA-മാരെ വിളിച്ചു കൂട്ടിയൊരു യോഗമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ശശികലയുടെ പേര് പറയുന്നു, എലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയും ഗവർണർക്ക് അതിനെപ്പറ്റി പരിശോധിക്കണം. എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, തന്നെ ഭീഷണിപ്പെടുത്തിയാണ് രാജിവെപ്പിച്ചതെന്നുള്ള കാര്യം പറയുന്നു. മറ്റൊന്ന്, തമിഴ്നാട്ടിലെ ഹൈക്കോടതി തന്നെ ഈ MLA-മാർ സ്വതന്ത്രരാണോ എന്ന് അഫിഡവിറ്റ് കൊടുക്കുവാൻ അവിടുത്തെ DGP-യോടും മറ്റും പറഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി ഹൈക്കോടതി ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ വരാൻ വേണ്ടി തീർച്ചയായിട്ടും ഗവർണർ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഗവർണർ കാത്തിരിക്കുന്നത്. ഒരാഴ്ചയായിട്ടുള്ളൂ. പല സംസ്ഥാനങ്ങളിലും 2 ആഴ്ചയും 3 ആഴ്ചയ്ക്കും ഒക്കെ ശേഷമാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അധികം സമയം ഗവർണർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ശ്രീ ജോർജ് കുര്യൻ ഒക്കെ പറയുമ്പോഴും മുന്നിലേക്ക് വരുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ അവിടെ ശശികല സ്വാഭാവികമായും ഗവർണറുടേതായ മുന്നിലേക്ക് വരുന്ന യാഥാർത്ഥ്യങ്ങൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം ഭരണഘടനാപരമായി ഗവർണറുടെ പരിമിതികളും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യം. ഇത്തരത്തിൽ
ഒരു കോടതി വിധിക്ക് വേണ്ടിയുള്ള സമയത്തിന് ഗവർണർ കാത്തിരിക്കുന്നു. ഇത്തരത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഔചിത്യമില്ല, ദിവസങ്ങൾ അല്ലെങ്കിൽ എടുത്താലും സമയക്രമം എടുത്താലും അങ്ങനെ ഒരു നിലപാട് പറയുമ്പോൾ ചെറിയ അംശത്തിലെങ്കിലും ഒരു ദുരൂഹതയോ സംശയമോ ആർക്കെങ്കിലും തോന്നുന്നതിൽ തെറ്റ് പറയാൻ കഴിയുമോ? അല്ല, ഗവർണർ ഏത് ഗവർണറായാലും അദ്ദേഹം നിയമിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രിസഭ അത് സുസ്ഥിരമായിരിക്കണം കുറച്ച് നാളത്തേക്കെങ്കിലും എന്നാഗ്രഹിക്കുമല്ലോ. ശശികലയെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും സുപ്രീം കോടതി നേരത്തെ തന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് പരിഗണിക്കാതെ പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും 1-2 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയുടെ വിധി വരികയും അത് ശശികലയ്ക്ക് എതിരാകുകയും ചെയ്താൽ ഇതേ മാധ്യമങ്ങളും ജനങ്ങളും ഈ ഗവർണറുടെ നിരീക്ഷണ പാടവത്തെ ചോദ്യം ചെയ്യും. അനാവശ്യമായിട്ട് സംസ്ഥാനത്തൊരു വിഷയമുണ്ടാക്കിയിരിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരായിട്ടുള്ളൊരു വിഷയമുണ്ടാക്കിയിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും പറയും. കാരണം വിമർശിക്കപ്പെടേണ്ട ഒരാളാണല്ലോ ഗവർണർ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കുന്ന അവസരത്തിൽ. അതുകൊണ്ടാണ് ഗവർണർ സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ചിത്രം വ്യക്തമാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, തമിഴ്നാട്ടിൽ ഒരു ജനകീയ വികാരം അത് ശശികലയ്ക്കെതിരാണ്. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ വികാരം തിരിച്ചറിയാനും അല്ലെങ്കിൽ അതിനെ സംഘടിപ്പിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒത്തിരി ഉപാധികളുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടായിരിക്കും ഭാവിയിലും MLA-മാരും MP-മാരും ഒക്കെ തീരുമാനമെടുക്കുക. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഹസനുൽ ബെൻ, അതായത് ദില്ലിയിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ അവധാനതയോടുകൂടി ഗവർണർ സസൂക്ഷ്മം കാര്യങ്ങളെ വിലയിരുത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഗവർണറുടെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. അങ്ങനെ ഈ അർത്ഥത്തിൽ കാണാൻ കഴിയുമോ? കാരണം ഒരു ഭരണ പ്രതിസന്ധി പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെടുകയും അത് തുടരുകയും ചെയ്യുന്നു, അതിൻ്റെ ആക്കം കൂടുകയും ചെയ്തൊരവസ്ഥ. അവിടെ ഒരു ഗവർണർക്ക് ഇപ്പറയുന്ന രീതിയിലുള്ള ചില മാനദണ്ഡങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള ചില വരാൻ പോകുന്ന വെല്ലുവിളികളെ ഒക്കെ തന്നെ അഭിമുഖീകരിച്ച് ഉൾക്കാഴ്ചയോടുകൂടി വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കിക്കാണേണ്ട ബാധ്യത കൂടി ജോർജ് കുര്യൻ പറയുന്നത് പോലെ ഉണ്ടോ? അതോ പലരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് പോലെ ചില ദുരൂഹതകൾ ഇക്കാര്യത്തിന് പിന്നിലുണ്ടോ? ശ്രീ ജോർജ് കുര്യൻ ഇവിടെ പറഞ്ഞത് അത്രയും ഇതിൻ്റെ താത്വികമായ അവലോകനമാണ്. ഇതിൽ ദുരൂഹമായ കാര്യങ്ങളൊന്നുമില്ല. അതേസമയം രാഷ്ട്രീയ താല്പര്യങ്ങൾ എമ്പാടുമുണ്ട് താനും. ഈ അനിശ്ചിതത്വം തുടങ്ങുന്നതിൻ്റെ ഒരു 4-5 നാൾ മുമ്പ് ഈ ശശികലയുടെ ഭർത്താവ് നടരാജൻ ഡൽഹിയിൽ വന്നിരുന്നു. നടരാജൻ ഡൽഹിയിൽ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായും അതുപോലെ BJP അധ്യക്ഷനുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്താൻ ശ്രമങ്ങൾ നടത്തി. പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ കാണില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇദ്ദേഹം നടരാജൻ ഇവിടെ വന്നത് എത്രയും പെട്ടെന്ന് ശശികല അധികാരത്തിലേറുന്നതിനുള്ള വഴിയൊരുക്കാനായിരുന്നു. അതിന് BJPയുടെ പിന്തുണ തേടുന്നതിനായിരുന്നു നടരാജൻ വന്നത്. പക്ഷേ നിരാശനായ നടരാജന് BJP അതിൻ്റെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ നടരാജൻ പിന്നീട് സമീപിക്കുന്നത് കോൺഗ്രസ് നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ കപിൽ സിബലിനെയാണ്. അങ്ങനെ കപിൽ സിബലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നടരാജൻ പിന്നീട് തിരിച്ചു പോകുന്നതും പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ശശികലയെ പെട്ടെന്ന് അധികാരത്തിൽ വാഴിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. ഇത് നാം കരുതുന്ന പോലെ ശശികല നടത്തുന്ന ഒരു നീക്കമല്ല എന്ന് ഡൽഹിയിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ഈ നീക്കം നടത്തിയത് നടരാജൻ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. തമിഴ് മാധ്യമപ്രവർത്തകർക്ക് വിശേഷിച്ചും അറിയാം. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം BJP ഒരു നിലപാട് സ്വീകരിക്കുന്നു. BJP പന്നീർശെൽവത്തെ പിന്തുണക്കാൻ തീരുമാനിക്കുന്നു, BJPയുടെ കേന്ദ്ര നേതൃത്വം. അതിൻ്റെ തെളിവാണ് ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് കൈരളി TV-യിൽ തന്നെ ചർച്ചയിൽ സൂചിപ്പിക്കേണ്ടായിരുന്നു. BJPയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യസഭയിലെ മൈത്രേയൻ, നേരത്തെ രാജ്യസഭയിലെ കക്ഷി നേതാവായിരുന്നു AIDMKയുടെ. അദ്ദേഹം പഴയ RSS പ്രവർത്തകനാണ്. RSSൽ നിന്നാണ് അദ്ദേഹം AIDMKയിലേക്ക് എത്തുന്നത്. അദ്ദേഹവുമായി BJP നേതൃത്വത്തിന് വലിയ ബന്ധമാണ്. രാജ്യസഭയിൽ BJPയും AIDMKയും തമ്മിലുള്ള പാലമായി വർത്തിച്ചിരുന്ന മൈത്രേയനെ ജയലളിത നിലവിലുള്ള സമയത്ത്, ജയലളിത ജീവിച്ചിരിക്കുന്ന സമയത്ത് ചില സംശയങ്ങളുടെ പേരിൽ മാറ്റി നിർത്തുകയുണ്ടായി. മാറ്റി നിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിന് കാരണം ജയലളിതയ്ക്ക് ആ ഘട്ടത്തിൽ തോന്നി മൈത്രേയന് തന്നെക്കാൾ ആഭിമുഖ്യം BJPയോടാണ് എന്നൊരു സംശയം ജയലളിതയിലുണ്ടായി. അതിനുശേഷം മൈത്രേയനെ മാറ്റി. ഇപ്പോൾ മൈത്രേയൻ പിൻനിരയിൽ
ഒരു സാധാ അംഗമായി രാജ്യസഭയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പന്നീർശെൽവം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പാണ്ഡ്യൻ പോലും വരുന്നതിന് മുമ്പ് ആദ്യം അവിടെ വന്നു നിന്ന ആളാണ് മൈത്രേയൻ. അപ്പോൾ കൃത്യമാണ് ഇവിടെ BJPയുടെ താല്പര്യം പന്നീർശെൽവം ആണ് എന്ന കാര്യം. നടരാജൻ പ്രതീക്ഷിച്ചത്, ശശികലയും പ്രതീക്ഷിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണയായിരുന്നു. പക്ഷേ കപിൽ സിബലിന്റെ മനസ്സല്ല ചിദംബരത്തിന് ഇക്കാര്യത്തിലുള്ളത്. ചിദംബരത്തിന്റെ മനസ്സും ശശികലയ്ക്കെതിരാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആണ് ചിദംബരം എന്ന നിലക്ക് തമിഴ് വികാരം പൂർണ്ണമായും ഇദ്ദേഹത്തിന് ശശികലയ്ക്കെതിരാണെന്ന് ചിദംബരം മനസ്സിലാക്കി. ഇതോടെയാണ് സത്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ട് വരിക. DMK ആണെങ്കിൽ നേരത്തെ തന്നെ ശശികലയ്ക്ക് അനുകൂലമല്ല, ഈ ഒരു മാഫിയക്ക് അനുകൂലമല്ല. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമാണ് വരുന്നത്. ഒന്ന്, രാഷ്ട്രീയമായ താല്പര്യത്താൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുസൃതമായി തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയോ മുഖ്യമന്ത്രിയുടെ അധികാര കൈമാറ്റവും നീണ്ടുപോകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ നിയമസഭയിലെ ശക്തി പരീക്ഷണം ആരുടേതായാലും, പന്നീർശെൽവത്തിൻ്റെതായാലും ശശികലയുടേതായാലും നീണ്ടുപോകേണ്ടതുണ്ടോ? അതല്ല മറിച്ച് ഭരണഘടനാപരമായി ഗവർണർക്കുള്ള അധികാരത്തിന്റെ പേര് പറഞ്ഞ് ഇത്തരമൊരു അനിശ്ചിതത്വം, അതാണ് ഉയരുന്ന ചോദ്യം. അതായത് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെ ഈ കാലതാമസം വരുന്ന കാലതാമസം അതിൻ്റെ പിന്നിൽ എന്ത് രാഷ്ട്രീയമുണ്ടോ എന്ന സംശയം. ശ്രീ ദേവദാസ്, ഇക്കാര്യത്തിൽ കാരണം സുപ്രീം കോടതി വിധി വരാൻ പോകുന്നതേ ഉള്ളൂ. ആ വിധി വരുന്ന കാലത്തോളം അവിടെ ഈ ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അതായത് ശശികലയുടെ കൈകൾ ശുദ്ധമാണ് എന്ന തരത്തിലേക്ക് നമുക്ക് നിയമതലത്തിൽ നോക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ്. ഒരു മുൻവിധിയോടുകൂടി ഈ സുപ്രീം കോടതി വിധി വരുന്നത് വരെ, അതിന് മുൻപേ വരാൻ പോകുന്ന ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അതിൽ ഊന്നി ഇങ്ങനെ അനിശ്ചിതത്വത്തിലേക്ക് പോകേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഗവർണറുടെ നിലപാട്, അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങളെയൊക്കെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതൊക്കെ അറിയാവുന്ന ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗവർണറിൽ തട്ടിയാണോ ഇപ്പോൾ സാഹചര്യങ്ങൾ ഇത്രത്തോളം അനിശ്ചിതത്വത്തിലേക്ക് എത്തുന്നത്? ഈ പ്രജീഷ് ഈ പറയുന്ന പോലെ ഈ ഗവർണർക്ക് ബുദ്ധി വരണ്ടിക്കൽ കോഴിക്ക് എന്തോ വന്ന കഥ പോലത്തെ ഈ ഗവർണർ വരൂല്ല. ബുദ്ധി വരുവാന്ന് പറഞ്ഞാൽ ഇവിടെ കത്തി പടരുമ്പം എന്ത് കൈയിട്ട് വാരാൻ കേന്ദ്രത്തിന് പറ്റുമെന്ന് നോക്കുന്ന സ്ഥിതിയിൽ മാത്രമേ ഈ ഗവർണർക്ക് ബുദ്ധി വരുള്ളൂ. ഞാൻ ഒന്ന് മാത്രം പറയാം, അതിൻ്റെ ഫാക്ച്വൽ ഭരണഘടനയാണ് ഞങ്ങൾ നോക്കേണ്ടത്. ഗവർണർ അവിടെ വാറ്റ് ചാരായം വാറ്റാൻ വേണ്ടിയിട്ടല്ല മദ്രാസിൽ തമിഴ്നാട്ടിൽ ഗവർണറായിട്ട് ഉള്ളത്. എക്സൈസുകാർ വരുമ്പോൾ ഓടാനല്ല ഗവർണർ ഉള്ളത്. ഗവർണർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഗവർണർ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ്. ഹൗസ് എങ്ങനെ, അസംബ്ലി എങ്ങനെ പ്രവർത്തിക്കുന്നത്, അസംബ്ലി പ്രവർത്തിക്കാനുള്ള ഒരു മെയിൻ ഘടകമാണ് ഭരണഘടനേൻ്റെ ഗവർണർ. അതാണ് 164 അനുച്ഛേദം പറയുന്നത്. 163(2) എക്സെപ്ഷൻ കേസ് പറയുന്നു. 2016 പേമ കണ്ടു കേസിൽ പറയുന്നു ഗവർണർക്ക് അങ്ങനെ പ്രത്യേക അധികാരമൊന്നും ഇല്ല. നിങ്ങൾ ഉത്തരാഖണ്ഡിൽ ചെയ്ത ചെയ്തികൾ BJP ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഗവർണറെ കൊണ്ട് ചെയ്യിച്ചത്, ആ കേസ് 2016 ആണ്. SR ബൊമ്മെ കേസും പറയുന്നത് ഗവർണർ ഹൗസിലുള്ള റെപ്രസെൻറ്റേറ്റീവ് നോക്കി അവരെ ഭരിക്കാൻ വിടുവാന്നാണ്. അപ്പം ഞാൻ പ്രജീഷോട് പറയാം, കഴിഞ്ഞ ആഴ്ച മുതൽ പൊറോട്ട് നാടകല്ലേ തമിഴ്നാട്ടിൽ, അത് ഈ ഗവർണറെ കൊണ്ട്, ദിവസക്കൂലിക്കാരനായ ഗവർണറെ വെച്ചത് തമിഴ്നാട് കത്തട്ടെ എന്ന് വിചാരിച്ചാണ്. ജയലളിത ആസ്പത്രിയിലായപ്പം ഡെയിലി വേജസിന് വെച്ച ഗവർണറാണിത്. ഏത് പാർട്ട് ടൈം ഗവർണർ, മഹാരാഷ്ട്രൻ്റെ അധികാരമുള്ള ഈ 8 കോടി ജനങ്ങളുള്ള ഇത്രയും സെൻസിറ്റീവ് സ്റ്റേറ്റിലുള്ള തമിഴ്നാട്ടിൽ സ്ഥിരം ഗവർണറെ വെക്കാത്തത് സെൻട്രലിൻ്റെ അപ്പടെ. ഈ ഗവർണർ എന്ത് ചെയ്തു? ഗവർണർ ഒന്നും നോക്കറ്, ഈ പനീർശെൽവം ഭൂരിപക്ഷമുണ്ട്, എനക്ക് കൈയില്ല, ശശികലയാണ് ലീഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അന്ന് തന്നെ ശശികലനെ വിളിച്ച് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പറയാണ് ഗവർണർ ചെയ്യേണ്ടത്. ഗവർണർക്ക് കേസ് നോക്കാൻ അധികാരമില്ല. സുപ്രീം കോർട്ടിലെ ലിസ്റ്റ് ചെയ്ത കേസിന്റെ ടൈം നോക്കിയിട്ട് ഏതാ ഗവർണർ വന്ന് ഇതൊന്നൊരു സ്റ്റുപ്പിഡ്, അയാൾ വാറ്റാനാണ് അവിടെ വന്നത്. സുപ്രീം കോർട്ടിലെ ജഡ്ജ്മെന്റ് ഇപ്പം നാളെ ഉണ്ട് എന്ന് പറഞ്ഞു, നാളെയൊന്നും ഇല്ല. സുപ്രീം കോടതി, അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് പറഞ്ഞു, സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നവരെ ശശികലേനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ അനുവദിക്കരുത്. സുപ്രീം കോടതി തള്ളി, ഇതൊന്നും ഇവിടെ പറയേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് അതിൻ്റെ ക്രക്സ്. അപ്പൊ ഈ ഗവർണർ എങ്ങനെയാണ് ഡേറ്റ് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും ഭരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കേസ് ഉണ്ട്,
ശ്രീ ജോർജ് കുര്യൻ അങ്ങനെ ഒരു ഔചിത്യമില്ലായ്മ അതാണ് ഏവരും ഒരു പക്ഷേ പറയുന്നതും. ശശികല ഈ നിമിഷം വരെ ശശികല അല്ലെങ്കിൽ ശശികല നിലപാടിനെ അംഗീകരിക്കാത്ത ആളുകളിലൊക്കെ തന്നെ ഗവർണറുടെ നിലപാടിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലേ എന്ന് ആവർത്തിക്കേണ്ടി വരുന്നത് ശ്രീ ജോർജ് കുര്യൻ. അല്ല, ഗവർണർ ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഒരു വിധിയിലും പറഞ്ഞിട്ടില്ല, ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം, ഒരു വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം സോണിയാഗാന്ധി സമയം ആവശ്യപ്പെട്ടു. അത് ഏപ്രിൽ മാസം 17-ാം തീയതിയായിരുന്നു വിശ്വാസ പ്രമേയം പരാജയപ്പെടുന്നത്. ഏതാണ്ട് ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സോണിയാഗാന്ധിയുടെ അവകാശവാദത്തിൽ, സോണിയാഗാന്ധി 25-ാം തീയതി ലിസ്റ്റ് കൊടുത്തു 272 പേരുടെ അവകാശവാദത്തിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുന്നത്. അന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇത് പറഞ്ഞതാണ്. ഇത്രമാത്രം സമയം കൊടുക്കാൻ പാടില്ല, കുതിരക്കച്ചവടത്തിനുള്ള സമയമാണ്. അന്നിവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞത് സമയം കൊടുക്കുക വേണോ വേണ്ടയോ എന്നുള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ വിവേചനാധികാരമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഗവർണർ എടുത്തിട്ടുള്ള ഒരു സമയത്തെയും അല്ലെങ്കിൽ ഈ സമയം എടുക്കുന്നതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. കോടതിയിൽ പോയി ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. കോടതിയും പറഞ്ഞത് അത് ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു വിവേചനാധികാരം ഗവർണർക്കുണ്ട്. ഇത് ഒരാഴ്ചയായുള്ളൂ, കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ഗവർണർ അവിടേക്ക് വരാൻ തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ആദ്യം തുടക്കത്തിൽ കഥ അവിടെ തടസ്സം നിൽക്കുന്നു. പിന്നീട് വന്നാൽ കൂടി കാണാൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മൈത്രേയനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചില സംശയങ്ങളൊക്കെ നിങ്ങൾ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വഴി ഗവർണർ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് പോലും ഒരുപക്ഷെ ആ അർത്ഥത്തിൽ വരുന്നില്ല. ഗവർണർ വരാതിരുന്ന 1-2 ദിവസമാണ്. അദ്ദേഹം മഹാരാഷ്ട്രയുടെ കൂടെ ഗവർണറാണ്. അതിനെന്തേ ഒരു തീരുമാനം ശ്രീ ജോർജ് കുര്യൻ? ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ, ജല്ലിക്കെട്ട് അടക്കം നടക്കുന്ന സംസ്ഥാനം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗവർണർ ഇല്ല. ആ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഗവർണർ, ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ, ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അനേകം സംസ്ഥാനങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് പല പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഗവർണറെ മാറ്റി വേറൊരു ഗവർണറെ നിയമിച്ചിട്ട് മതിയോ? അല്ലെങ്കിൽ മിസ്റ്റർ വാറ്റ് പറഞ്ഞതുപോലെ അതെല്ലാം ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്നാണ് മിസ്റ്റർ വാറ്റ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം വാറ്റുള്ളിൽ കിടക്കുന്നവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും, രാഷ്ട്രീയം നോക്കുന്നവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. കാരണം ഇത് ഭരണഘടനയുണ്ട്, കീഴ്വഴക്കമുണ്ട്, കോടതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൊമ്മൈ കേസിൽ പോലും ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം പന്നീർശെൽവം എന്നെ ഭീഷണിപ്പെടുത്തിയാണ് രാജിവെപ്പിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞത് BJPയുടെ സർക്കാർ പറഞ്ഞിട്ടല്ല, കർണാടകയിലെ സർക്കാരിൻ്റെ വക്കീല്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ സർക്കാരിൻ്റെ വക്കീല് സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചിട്ടാണ് ഒരാഴ്ച വെയിറ്റ് ചെയ്യൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. തീർച്ചയായും ഈ വാറ്റുകൾ പറയുന്ന പോലെ ഒന്നും കേൾക്കാൻ പറ്റില്ല. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ദേവദാസിന് എന്തായാലും മറുപടി അക്കാര്യത്തിൽ പറയാൻ കാണും. ശ്രീ മസൂദ്, MA മസൂദ്, നിങ്ങൾ അവിടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ ശശികലയെ എതിർക്കുന്നവരുണ്ടാകാം, ADMK-യിലൊക്കെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഗവർണറുടെ ഇടപെടലിനെ നിങ്ങളൊക്കെ തന്നെ ADMK-യിൽ നിന്നുകൊണ്ട് ശശികലയെ എതിർക്കുകയും നിലപാടുകൾക്കെതിരെ ഒരു പക്ഷേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും ഇന്ന് ഗവർണറുടെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഒരു ഹേതുവായി, വലിയൊരു ഹേതുവായി ഗവർണറുടെ നിലപാട് മാറുന്നുണ്ടോ? അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഗവർണറുടെ നിലപാട് വളരെ മോശമായിപ്പോയി. കാരണം സഭയിൽ ഭൂരിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഗവർണർ 1 മാസം കഴിഞ്ഞ് സുപ്രീം കോടതി വിധി വരൂ, അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് ഒരു ഗവർണർ ചെയ്യേണ്ട കാര്യമല്ല. ഒന്നാമത് തമിഴ് ജനത വളരെയധികമുള്ള തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ജല്ലിക്കെട്ടിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലുള്ളൊരവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ പാടില്ല. അതുകൊണ്ട് ഗവർണറുടെ ഈ നടപടി ശരിയല്ല.
ഇതിൻ്റെ പിറകെ ആര് ചരട് വലിച്ചാലും ആ ചരട് വലി എവിടെ നിന്നാണ്? BJPയുടെ കയ്യിലെ പാവയായി ഗവർണർ മാറുകയാണോ? ആ ഒരു രാഷ്ട്രീയ സാഹചര്യം, കാരണം അവിടെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, രാഷ്ട്രീയ കക്ഷിക്ക് കടന്നു വരാനും പ്രവർത്തകരും സാഹചര്യം ഒരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുക. അത് നമ്മൾ അതിനെ എതിർപ്പ് പറഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു നീക്കം ഇക്കാര്യത്തിൽ ഒരു ശരിയല്ലാത്ത തലത്തിലേക്ക് പോകുന്നുണ്ടോ ശ്രീ മസൂദ് BJPയുടെ ഭാഗത്ത് നിന്ന്? അത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തുള്ള ഗവർണർ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ, ക്രമസമാധാന നിലയുടെ അപകടം ഇവയെല്ലാം അടിക്കടി സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹം മാത്രമല്ല, എല്ലാവരും. ആ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഈ നീട്ടിക്കൊണ്ടുപോകലിൻ്റെ പിറകെ BJP ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, BJPക്ക് ഇവിടെ MLA ഇല്ലല്ലോ എന്നൊരു ചോദ്യം വരും. അത് വളരെ ബാലിശ്യം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എപ്പോൾ MP വരുന്നു, എപ്പോൾ MLA കിട്ടുന്നു എന്നും പറയാൻ സാധിക്കില്ല. പൊൻരാധാകൃഷ്ണൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതല്ല ചോദ്യം. ഇവിടെ BJP ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെ ആണ് ഗവർണർ. ആ ഗവർണർ ഒരു നിയമസഭയിൽ ഭൂരിപക്ഷം നോക്കി ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അനുവാദം കൊടുക്കാതിരുന്നത് ജനാധിപത്യത്തിൻ്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ ധ്വംസനമാണെന്ന് പറയുവാൻ ഞങ്ങൾക്ക് മടിയില്ല. യെസ് മടങ്ങിയെത്താം. ശ്രീ ദേവദാസ്, അതായത് ആ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ അത് വിലയിരുത്തുമ്പോൾ അവിടെ അസ്വാഭാവികമായി ഒന്നും കാണേണ്ടതില്ല. കാരണം നിയമസംഹിതയിൽ അങ്ങനെ ഒരു കാലം അല്ലെങ്കിൽ ഒരു ടൈം എവിടെയും പറയുന്നില്ല. ഗവർണറുടെ അധികാരത്തെ കൃത്യമായി തന്നെ വിവക്ഷിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. ജോർജ് കുര്യൻ മറുപടി. ഇപ്പം പറഞ്ഞല്ലോ, വാറ്റ് അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇതില. ഇത് ഡെമോക്രസിയും ഭരണഘടനയും പ്രോസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആണ് ഈ ഗവർണർ നടത്തുന്നത്. അപ്പോൾ ഗവർണർ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ആൻഡ് സെൻറ്റർ ഈസ് എ പിംപ്. BJP ലെഡ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് പിംപ്. പിമ്പ് ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ നേരെ കാണുന്നത്. ഈ പിമ്പ് ചെയ്യുന്ന കാഴ്ചയിലാണ് തമിഴ്നാട് വറങ്ങലിച്ച് നിൽക്കുന്നത്. വേറെ ഒരു ഇതുമില്ല. ശശികലക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷത്തിന്റെ ലിസ്റ്റ് കൊടുത്തു, പനീർശെൽവമാണ് മാറി നിൽക്കുന്നത്. അവിടെ ഭരണഘടനയിൽ ഒരു ക്രൈസിസ് ഇല്ല. തമിഴ്നാട്ടിൽ ഭരണഘടനാ പ്രോസസ്സിൽ ഒരു കറക്റ്റ് ഇല്ല. അവിടെ ഭൂരിപക്ഷം കൊണ്ടുപോയി ഗവർണർ പിറ്റേന്ന് രാവിലെ ആ ഫ്ലോർ ടെസ്റ്റ് നടത്തി അവിടെ ആക്കുക. അവിടെ ശശികലക്ക് വികാരം എതിരോ ഏത് വികാരം നോക്കിയിട്ടാണ് ഇവിടെ ആളെ വികാരം നോക്കിയിട്ട് ആളെ കൊലപ്പെടുത്തിയ ആള് പ്രധാനമന്ത്രിയാവുമോ സെൻട്രൽ? അതൊന്നുമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായി കേസ്, പിന്നെ കേസ് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഈ പ്രോസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ഡെമോക്രസി? അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫ്ലോർ ആണ് ടെമ്പിൾ ഓഫ് ഡെമോക്രസി, അസംബ്ലി ഫ്ലോർ. ദാറ്റ് ഹാസ് ടു ബി ലെഡ് ബൈ ദ ഗവർണർ. ഗവർണർ എന്ത് ചെയ്ത് പെട്ടെന്ന് തെറ്റി 3 ദിവസം എൻ്റെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയിന്. ഈ ക്രൈസിസിൽ കത്തുമ്പോൾ ഒന്നാമത് കാവേരി പ്രശ്നം വന്നപ്പോൾ കത്തി, ജല്ലിക്കെട്ട് വന്നപ്പോൾ കത്തിയ ഒരു സ്റ്റേറ്റ് ആണ്. ഇനി ഇവിടെ കത്താൻ വേണ്ടി നിൽക്കുവാണ് ഇവർ. അതുകൊണ്ട് സെൻറ്ററിന് വേണ്ടി പിംപ് പണിയെടുക്കുന്ന പ്രോസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഗവർണർ, പിംപ് ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും ഡെമോക്രസിനെ എങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊന്നു, അതേപോലെ നോക്കുന്ന വേറൊരു ടാക്ടിക്കൽ ബാറ്റിൽ ത്രൂ ദ വേലക്കാരിൻ്റെ കൈ വെച്ചിട്ട് ബാക്ക് ഡോറിലേക്ക് കയറാൻ പോയ മോഡി വേറൊരു കളി കളിക്കുന്നു. കത്തട്ടെ തമിഴ്നാട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പുര കത്തുമ്പോൾ മറ്റേ ജനവാതിലും പാളി എടുത്തിട്ട് പോകുന്ന ലക്ഷണമാണ്. സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നു, ഒന്നും അറിയാത്ത പോലെ. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ടു ആക്ട്. ഇനി ഒന്നുമില്ല, ഇനി ചുറ്റുമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കേരളം, കർണാടക, ആന്ധ്രയിലെ ഉടനടി ലെറ്റർ എഴുതുക പ്രസിഡന്റിന്. ഉടനടി ഇവിടെ ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യും. ഇവിടെ കത്തിയാൽ കേരളത്തിന് ഭീഷണിയാണ്, ആന്ധ്രക്ക് ഭീഷണിയാണ്, കർണാടകക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഗവർണർ. ഈസ് പിംപിംഗ് ഫോർ ദാറ്റ്, പ്രോസ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ദാറ്റ് പിംപ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് BJP. അതായത് 127 പേർ ഒപ്പമുണ്ടെന്ന് ശശികല അവകാശപ്പെടുന്നു. ഇപ്പോഴും ഗവർണറെ കാണാനുള്ള വഴി അവർ തേടുന്നു. അവിടേക്ക് MLA-മാരുടെ അടുത്തേക്ക് വരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ MLA-മാരുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടുന്നു. അവരൊക്കെ പലരിൽ കൂടുതൽ പേരും
ഒരു സ്ഥിരീകരണം നൽകുന്നില്ല, പലരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ എന്തുമായിക്കോട്ടെ, ഗവർണർ മുന്നിലേക്ക് വരുന്ന നമ്പർ ഫ്ലോർ ടെസ്റ്റിന് വേദി ഒരുക്കുക. അതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഇക്കാര്യത്തിൽ ഈ പറയുന്ന കാലതാമസം വരുത്തേണ്ട അല്ലെങ്കിൽ ആ ഒരു ബാധ്യത ഗവർണർ സ്വീകരിക്കേണ്ടതുണ്ടോ? അതാണോ തെറ്റായ സന്ദേശം നൽകുന്നത്? ഒക്കെയും ഹസനുൽ ബന്ന. അത് എന്നോടാണ്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വിഷയമാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നിപ്പോൾ സോളി സൊറാബ്ജി അടക്കമുള്ളവർ പറയുകയുണ്ടായി, സുപ്രീം കോടതി വിധി കാത്തു നിൽക്കുന്നതിന് പോലും ഉള്ളൊരു പരിധിയെക്കുറിച്ച് സോളി സൊറാബ്ജി പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ കോടതി വിധി കാത്തിരിക്കുകയാണ് ഗവർണർ, ഇത് ഒരു പരിധിയുണ്ട് ഇത് കാത്തു നിൽക്കുന്നതിന്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഈ പരിധി കഴിഞ്ഞാൽ പിന്നീട് ഗവർണർ എന്ത് ചെയ്യുമെന്നാണ്. യഥാർത്ഥത്തിൽ ഗവർണറുടെ മുമ്പാകെ വരുന്ന എണ്ണങ്ങൾ വെച്ച് ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഈ വിഷയത്തിലുള്ളത്. രണ്ട് കൂട്ടരും തന്ന ലിസ്റ്റ് പരിഗണിച്ച് രാജ്ഭവനിൽ വെച്ചോ അല്ലെങ്കിൽ നിയമസഭ വിളിച്ചു കൂട്ടിയോ ഇവരുടെ ശക്തി പരീക്ഷണം നടത്താൻ ഗവർണർക്ക് കഴിയും. പക്ഷേ ഇവിടെ വേറൊരു സംഭവം വന്നിട്ടുള്ളത്, ഒരു അബദ്ധം പന്നീർശെൽവത്തിൻ്റെ പക്കൽ സംഭവിച്ചു. അത് പന്നീർശെൽവം രാജി നൽകിയെന്നതാണ്. രാജി നൽകിയ ശേഷമാണ് പന്നീർശെൽവത്തിന് ബുദ്ധി ഉപദേശിക്കാനുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം വന്നത്. സ്വാഭാവികമായും ഈ രാജി സ്വീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് തിരിച്ച് ഒരു പന്നീർശെൽവത്തോട് ശക്തി പരീക്ഷിക്കാൻ പറയാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ വരാനിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ ശശികലയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ്. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി പിന്നീട് ഈ സാഹചര്യം മാറിമറിയുകയും ആളുകൾ മുഴുവൻ, ഇപ്പോൾ ശശികലയോടൊപ്പം കൂടിയ ആളുകൾ മുഴുവൻ പന്നീർശെൽവത്തോടൊപ്പം മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യും എന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്കൂട്ടൽ. ഇത് വളരെ നമുക്ക് നേർക്കുനേരെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പ്രശ്നം വരുന്നത്, വിധി ജയലളിതക്കും ശശികലക്കും അനുകൂലമാവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നീട് ഗവർണർ എന്തു ചെയ്യും എന്നാണ് ഇനി നാം കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ ജയലളിതയെ മുഖ്യമന്ത്രിയായി വിളിക്കാൻ അനുവദിക്കുമോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നാണ് നിലവിലുള്ള ഗവർണറുടെ രീതിയും പെരുമാറ്റവും വെച്ച് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ ജോർജ് കുര്യൻ, ഒരു രാഷ്ട്രീയമായ ഒരു എന്തായാലും അവിടെ ഒരു സ്റ്റേറ്റിൽ ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യം കടന്നു വരാനുള്ള ഒരു വേദി ഒരുങ്ങണം. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം എന്തായാലും ഒരുങ്ങിയിട്ടുള്ളത് വ്യക്തമല്ലേ? ഗവർണറുടെ കാര്യം വിടുക. അതല്ല ഗവർണറുടെ ഞാൻ പറയാം. ഒന്ന്, സുപ്രീം കോടതിയിൽ അതിനിടയ്ക്കൊരു ഹർജി വന്നു, ഈ ശശികലയെ തടയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ശശികല മുഖ്യമന്ത്രിയാകുന്ന തടയണം. അപ്പം സുപ്രീം കോടതിക്ക് അത് വന്ന അവസരത്തിൽ സുപ്രീം കോടതിക്ക് പറയാമല്ലോ, ഇതൊന്നും സുപ്രീം കോടതിയല്ല തീരുമാനിക്കുന്നത്, സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വന്നല്ല ഗവർണർ തീരുമാനം എടുക്കേണ്ടത്, അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല, സുപ്രീം കോടതി അല്ല തീരുമാനിക്കേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന അനിശ്ചിതത്വം മാറുമായിരുന്നു. സുപ്രീം കോടതി ആദ്യം ഒരു ആഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അത് മാറുമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ശശികലയെ വിളിച്ചിട്ടില്ല, ശശികലയെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം തന്നെ മനസ്സിലാകും, സുപ്രീം കോടതിയും ഇത്ര വളരെ വ്യക്തമായിട്ട് വന്ന അവസരത്തിൽ പലപ്പോഴും സുപ്രീം കോടതി പറയാറുണ്ട്, ഇത് ഗവർണർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നൊക്കെ സുപ്രീം കോടതിക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാറ്റിവെച്ചു, അത് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റേ രാഷ്ട്രീയത്തിൻ്റെ വിഷയം അത് ഗവർണറും ആയിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയും ആധുനിക കാലത്ത് ജനവികാരവും, കാരണം ജനവികാരം എന്ന് പറയുന്ന അവസരത്തിൽ പണ്ടൊക്കെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുന്ന പ്രശ്നമില്ല. നമുക്കറിയാം ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനം ഏതാണ്ട് വിധി എഴുതി വെച്ചതിന് ശേഷം സുപ്രീം കോടതിയുടെ നേരത്തെ തീരുമാനത്തിൽ നിന്ന് സുപ്രീം കോടതി മാറി. കാരണം ഒരു സോഷ്യൽ എൻജിനീയറിങ് അതിൻ്റെ അകത്തുണ്ട്. അത് ജനങ്ങളാണ് പരമാധികാരി, ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരം സാങ്കല്പികമാണ്, സങ്കല്പമാണ്. ജനങ്ങളെതിരായി കഴിഞ്ഞാൽ ആ സങ്കല്പം ഇല്ലാതാകും. അതുകൊണ്ട് സുപ്രീം കോടതി അവിടുന്ന് മാറി. ഇതേ രീതിയിൽ അരുണാചൽ പ്രദേശിൽ ഒരു മുൻ മുഖ്യമന്ത്രി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം വീണ്ടും ഉണ്ടായപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടില്ല. അവിടെയും ആ ജനവികാരമാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ രാഷ്ട്രീയവും ജനാധിപത്യവും എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന ചില ലിഖിതങ്ങൾ മാത്രമല്ല,
ജീവിച്ചിരിക്കുന്ന ആ ജനങ്ങളുടെ വികാരം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആധുനിക കാലത്തിൽ അത് തിരിച്ചറിയാനുള്ള ഉപാധികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് MLA-മാരെ സ്വതന്ത്രരാക്കി വിട്ടുകഴിഞ്ഞാൽ എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇവിടെ എന്താണ് ഇനി മുന്നിലുള്ള വഴി സാധ്യതകൾ, താങ്കൾ കാണുന്ന സാധ്യതകൾ? ഒരു പക്ഷേ ഗവർണർക്ക് സ്വീകരിക്കാവുന്ന, കാരണം ഒന്ന് കോടതി, താങ്കൾ പറഞ്ഞത് കോടതി വിധി അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, കേസ് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ പോലും ഒരുപക്ഷെ നമ്മൾക്ക് അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ, ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കേസിൻ്റെ നാൾ സംബന്ധിച്ച്. ഇത്ര നാളിങ്ങനെ തട്ടിക്കളിക്കും, അതിനൊരു എൻഡ് വേണമല്ലോ. അത് സാധ്യതകൾ താങ്കൾ കാണുന്ന? അല്ല, സുപ്രീം കോടതി പറഞ്ഞത് ഒരാഴ്ചയെന്നാണ്. അത് ഗവർണർ വെയിറ്റ് ചെയ്യുന്ന അവസരത്തിൽ ബന്ധപ്പെട്ടവർക്ക് സുപ്രീം കോടതിയിൽ തന്നെ പോകാം. ഇതെല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. സുപ്രീം കോടതിയിൽ ബന്ധപ്പെട്ടവർക്ക് പോകാം, ഇതാ ഗവർണർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ തന്നെ പോകാമല്ലോ. അല്ല എങ്കിൽ നേരത്തെ ഹർജിയിൽ സുപ്രീം കോടതി അത് പറയുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗവർണറെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധി കാത്തിരുന്നേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സുപ്രീം കോടതി മറിച്ച് പറയുന്നിടം വരെയും. അത് സുപ്രീം കോടതി കണ്ണും കാതുമില്ലാത്തതല്ലല്ലോ. സുപ്രീം കോടതി സുവോമോട്ടോ ആയിട്ട് എത്രയോ കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സജീവമായിട്ട് ഈ ഉത്തരാഖണ്ഡിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും സുപ്രീം കോടതി അടുത്ത കാലത്ത് ഇടപെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ അനിശ്ചിതാവസ്ഥ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും നിയമ നടപടിയിലേക്ക് കൂടി ശശികല കടക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രീ ദേവദാസ്, അവിടെയാണ് ചില സാധ്യതകൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു കോടതിയുടെ കൂടി, കാരണം ഭരണഘടനാപരമാണ് ഗവർണറുടെ നിലപാട്, നമ്മളൊക്കെ തന്നെ സംശയിക്കുമ്പോൾ അവിടെയും നമുക്ക് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് ഗവർണറുടെ മുന്നിലുള്ള വഴികൾ? ഒപ്പം ഈ ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് എന്ന് ഒരു ടൈം, കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൻ്റെ കാര്യത്തിൽ, താങ്കൾ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് കേസിൻ്റെ കാര്യത്തിൽ ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും ഡേറ്റ്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ സാധ്യതകൾ മുന്നിലുള്ള ദേവദാസ്. പ്രജീഷ്, സാധ്യത വളരെ കുറവാണ്. സുപ്രീം കോടതി they will not look into that case. അവർക്ക് ഇതൊന്നും അറിയണ്ട. ദാറ്റ്സ് അപ് ടു ദ ഗവർണർ. ഗവർണർ മാത്രമാണ് സോൾ പ്രൊപ്പറേറ്ററി. അതിൽ സുപ്രീം കോടതി ഒരു തരത്തിലും ഇടപെടില്ല. പിന്നെ അവർ നിങ്ങൾ ഫ്ലോറിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. അതിപ്പോൾ ശശികല എന്ത് ചെയ്യും നാളെ? അതാണ് ബുദ്ധി. ശശികല ഞാൻ പറയാം, ശശികല എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലീഡർ അങ്ങ് ഒന്നും കൂടി തിരഞ്ഞെടുത്തിട്ട് കൊടുക്കും. ഏത്? എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. എന്നിട്ട് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ പറയും, ഞങ്ങൾ ഇന്നേ പേര് കൊടുത്തിട്ടില്ല, ഞാനെല്ലാം ആവുന്നു, ഞാനൊരു സെക്രട്ടറി മാത്രമാണ്, എലക്റ്റഡ് മെമ്പറെ നിങ്ങൾ ഫ്ലോറിൽ വിളിക്കാൻ പറയും. എന്നിട്ട് ഈ റിസോർട്ടിൽ കൊണ്ടുപോയി ഓഫർ ചെയ്ത ആളെ ഫ്ലോർ ടെസ്റ്റിൽ ആക്കിയ ശേഷം അയാൾ മുഖ്യമന്ത്രി ആവും. ഈ വിളിക്കേണ്ടി വരും ഗവർണർ. അതിനുശേഷം അയാൾ എന്ത് ചെയ്യും? 2 ദിവസം കഴിഞ്ഞിട്ട്, അല്ലേ ഇതേപോലെ പനീർശെൽവം ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ രാജിവെച്ചിട്ട് പറയും മറ്റേ ശശികലേനെ ഞങ്ങൾ ലീഡർ ആക്കിയിട്ട് തിരഞ്ഞെടുത്തിനെന്ന് പറഞ്ഞിട്ടായാൽ ഈ ഗവർണർ കാത്തു നിന്നതെല്ലാം വെറുതെ ആവൂലേ? ഈ കേസ് എടുത്തിട്ടില്ലെങ്കിൽ കേസിൻ്റെ ആയിട്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പനീർശെൽവമാണ്. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, അത് ജോർജ് കുര്യൻ മനസ്സിലാക്കാം. എക്സെപ്ഷൻ കേസാണ്. ഒരു ലീഡറായ ഒരു ചീഫ് മിനിസ്റ്റർ പറയുന്നത്, ഞാൻ മാറി നിൽക്കുന്നു, എൻ്റെ ലീഡർ ശശികലേനെ ആക്കിയിരിക്കുന്നു, ലിസ്റ്റ് കൊടുക്കുന്നു, രാജിവെക്കുന്നു. ഇനിയുള്ളത് ഒന്നേ ഉള്ളൂ, 163(2) പ്രകാരം ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ആക്കിയെന്ന്. അതൊരു എക്സെപ്ഷൻ കേസാണ്. അതിന് തെളിവ് വേണം, മറ്റുള്ള ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ചോദിക്കണം, തെളിവ് വേണം. അതൊന്നുമല്ല, അതൊരു എക്സെപ്ഷൻ കേസ് മാത്രമാണ്. പക്ഷെ ഫ്ലോർ ടെസ്റ്റ് നടത്തിയേ മതിയാവുള്ളൂ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹങ്ങാക്കി വെച്ചിരിക്കുന്നു, ക്രൈസിസ് ആയിരിക്കുന്നു. തമിഴ്നാട്ടിൽ അസംബ്ലിയിൽ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടില്ല, ഭരണഘടനയിൽ ക്രൈസിസ് ഉണ്ടായിട്ടില്ല, ഗവർണർ ആക്കി വെച്ച ക്രൈസിസേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ തിങ്കളാഴ്ച വിളിക്കണ്ട, തിങ്കളാഴ്ച ഇയാൾ മുങ്ങി ഡൽഹിയിൽ പോയി വേറെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തു, സെൻറ്ററിൽ നിന്ന് കുറേ ഉപദേശം കേട്ടു, എന്നിട്ട് അനങ്ങാണ്ട് ഈ ഷണ്ടനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നു. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ റിസോർട്ടിൽ പോയിട്ട് ഹോഴ്സ് ട്രേഡിങ് നടക്കും.
നടക്കുന്നു. ഞങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ഭരണഘടനയെ നാറിക്കുന്നതല്ലേ ഈ ഗവർണറും സെൻട്രൽ ഗവൺമെന്റും ചെയ്തത്? ഇപ്പൊ ഹോർസ് റൈഡിങ് നടത്തിയിട്ട് റിസോർട്ടിന്റെ ഉള്ളിൽ 8 കോടി ജനങ്ങളുടെ മെമ്പറെ ആക്കിയ ഏതെങ്കിലും ഒരു നാണക്കേട് ഈ ഇന്ത്യൻ ചരിത്രം കണ്ടിട്ടുണ്ട്? ഇങ്ങനെ ഒരു ക്രൈസിസ്, ആ ക്രൈസിസിന്റെ കാരണം ഗവർണറാണ്. അപ്പൊ കോടാളി കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഗവർണറാണ് ബി ജെ പി എല്ലേ സെന്റർ പറയണം ഗവർണറുടെ റബ്ബർ സ്റ്റാമ്പായി നിൽക്കുന്ന ബാർക്ക് ചെയ്യുന്ന ഒരു ഗവർണർ. അതുകൊണ്ടാണ് പാർട്ട് ടൈം ഗവർണറെ ഇവർ തമിഴ്നാട്ടിൽ വെച്ചത്, ഇങ്ങനെ കളിക്കാൻ. അതായത് ചോദ്യം ഇതായത് ഇന്ന് ഇപ്പം 10 എം പിമാരാണെന്ന് കൂറുമാറിയിരിക്കുന്നത്, പനീർശെൽവം പക്ഷത്തേക്ക് വരുന്നത്. ഇങ്ങനെ കാലതാമസം ഇടുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കുഴിഞ്ഞുപോക്കുണ്ടാകും. അതിന് ഒരു സാഹചര്യം ഒരുക്കുക. പ്രത്യേകിച്ച് എം പിമാരാണ് കൂറുമാറുന്നത്. സെൻട്രൽ അത് കൂടുതൽ ഗുണപരമായ തലത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് ശശികലയും വൈകിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എം പിമാർ കൂറുമാറുന്നു, അതിൻ്റെ പിന്നിൽ എന്തായാലും BJPയുടെ കൈകളുണ്ട്, അത് വ്യക്തമാണെന്ന് ശശികല പറയുകയും ചെയ്തു. അതിനൊക്കെയുള്ള മറുപടി അല്ല, എം പിമാർ സ്വതന്ത്രരാണ്. എം പിമാരെ ഒരു റിസോർട്ടിലും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടില്ല. അവർ സ്വതന്ത്രരാണ്. അവരുടെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. MLA-മാർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് TV കാണാൻ സാധിക്കുന്നില്ല, സെൽഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവിടുത്തെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്ത് പറയുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, അവർ സ്വതന്ത്രരുമല്ല. അവർ സ്വതന്ത്രരാകുകയും അവർ തീരുമാനമെടുക്കുകയും ചെയ്യുന്നിടം വരെയും ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാകില്ല. കാരണം ഈ മാറിയ സാഹചര്യത്തിൽ, അതായത് ഈ ഭരണഘടന അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ളതും സുപ്രീം കോടതി തന്നെ അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുകയും അത് തിരുത്തി പറയുകയും ഒക്കെ ചെയ്യുന്നത്, ജനാധിപത്യത്തിൽ എന്നും ജനങ്ങളാണ് അവസാനത്തെ വാക്ക്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എം പിമാർ വരാൻ കാരണം അവർ സ്വതന്ത്രരായതുകൊണ്ടാണ്. MLA-മാർ സ്വതന്ത്രരായതിന് ശേഷം അവർ തീരുമാനമെടുക്കട്ടെ. അതല്ലേ ജനാധിപത്യം. എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിൽ ഒളിപ്പിച്ചിട്ട് അങ്ങനെ തീരുമാനം എടുപ്പിക്കുന്നതാണോ ജനാധിപത്യം? ഇത് അവസാനത്തെ സംഭവമാണ്. ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് ചെയ്തിട്ടുണ്ട്. ഇത് അവസാനത്തെ സംഭവമായിരിക്കണം. MLA-മാരെ ഇങ്ങനെ കൂട്ടത്തോടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളത് അവസാനത്തെ തീരുമാനമായിരിക്കണം. അത് ഹൈക്കോടതി തന്നെ ഇടപെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടി ചിത്രം പൂർണ്ണമാകും, തീരുമാനമുണ്ടാവും. തീർച്ചയായും. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി. DMK നേതാവ് SB മധു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മധു, അതായത് നാളെ DMK-യുടെ യോഗം സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ചേരാൻ പോകുന്നു. മാത്രമല്ല അവിടെ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് നിങ്ങളുടെ നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വരികയും ഗവർണറെ കാണുകയൊക്കെ ചെയ്തിരിക്കുന്നു. DMK ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെങ്ങനെ? പ്രജീഷ്, DMK സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ജനാധിപത്യം പുലരണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. DMK-ക്ക് ADMK-ന്റെ പടലപ്പണക്കത്തിൽ DMK-ക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 4 ദിവസമായി ഈ ചർച്ച കേന്ദ്രീകരിക്കുന്നത് ഗവർണർ വിദ്യാസാഗർ റാവുവിലാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചർച്ച ശശികലയിലേക്ക് കോർണർ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഗവർണർ വിദ്യാസാഗർ റാവു പന്നീർശെൽവത്തിനെ പിന്തുണച്ച് മുംബൈയിൽ ഒരു പ്രസംഗം നടത്തി. അവിടെ നിന്നാണ് ചാനൽ ചർച്ചകളുടെ തുടക്കം. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ശ്രീമതി ശശികല ആരാണ്? പുള്ളിപ്പുലി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ പുള്ളി മാഞ്ഞു പോയാൽ അതിന്റെ സ്വഭാവം മാറുമോ? തമിഴ്നാട്ടിൽ ശശികലയുടെ നേതൃത്വത്തിൽ ബീഹാറിലെ ജംഗൽ രാജ് കാട്ടുഭരണം ഗവർണർ കൊണ്ടുവരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ അല്പം മുമ്പ് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ മസൂദ് ഒരു കാര്യം പറഞ്ഞു. ശശികലയെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തില്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ ഇപ്പോൾ നിൽക്കുന്ന ആരാണ്? മസൂദ് ഇപ്പോൾ പറഞ്ഞ ശശികലയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണല്ലോ അവിടെ ഗുണ്ടകളെയും മദ്യവും കൊടുത്ത് MLA-മാരെ തടവിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ജനാധിപത്യ പ്രക്രിയയില് പ്രീതിയോ പക്ഷാഭേദമോ ഭയമോ കൂടാതെ പ്രവർത്തിക്കുമെന്നാണ് MLA-മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെയുള്ള MLA-മാരെ തടഞ്ഞു വെക്കാൻ ശശികലയ്ക്ക് എന്താണ് അധികാരം? ഈ ഗവർണറുടെ നിലപാട് അവിടെ എങ്ങനെ, അതിലൊരു ആശയക്കുഴപ്പം നിങ്ങൾ കാണുന്നുണ്ടോ? ഗവർണറുടെ നിലപാടിൽ എന്താണ് ആശയക്കുഴപ്പം? ഗവർണർ അതായത് BJP-യുടെ നീക്കങ്ങൾക്ക് അത് നിങ്ങളും കൂടി ചില പദ്ധതികൾ നിങ്ങളെ മുൻനിർത്തിയുള്ള ചർച്ചകളൊക്കെ വരുന്ന സ്ഥിതിക്ക് ഒരിക്കലും DMK-ക്ക് DMK-യിലെ വിഷയങ്ങളിൽ DMK-ക്ക് യാതൊരു പങ്കുമില്ല.
ഇതെല്ലാം പന്നീർസെൽവവും ശശികലയും തമ്മിലുള്ള പടലപ്പണക്കത്തിന്റെ കാര്യം മാത്രമാണ്. യെസ് ഞാൻ മടങ്ങിയെത്ത ശ്രീ മസൂദ് അതായത് ഈ പറയുന്ന രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ പലരും നാളെ ഈ കാലതാമസം മുതലെടുത്ത് ഗുണപരമാകുന്ന എന്തായാലും പനീർശെൽവത്തിനാണ്. അതിനുവേണ്ടി ഒരു സാഹചര്യം ഒരുക്കുകയാണോ BJP, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിന്തുണയോടുകൂടി ഗവർണർ? ആയിരിക്കണമല്ലോ. ദിവസം നീണ്ടുപോകും തോറും വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. അതാണ് സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യം ഗവർണർ സൃഷ്ടിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പേപ്പർ, അതിലാദ്യമുള്ളത് പന്നീർശെൽവത്തിൻ്റെ രാജി. അതിന് അദ്ദേഹം അംഗീകരിക്കുന്നു. ഇപ്പോൾ പന്നീർശെൽവം പറയുന്നത് എന്നെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചതാണ്. ഒരു രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഇത് പറയാമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നും പറയാനൊക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് അതല്ല പ്രധാനപ്പെട്ട സംഭവം. രാജി എന്നുള്ളതല്ല സംഭവം. പിന്നെ 5 വർഷത്തേക്ക് ഒരാളിനെ MLA ആയിട്ട് MP ആയിട്ട് തിരഞ്ഞെടുത്താൽ പിന്നെ അവർ കാണുന്നത് ജനങ്ങളെ ആ 5 വർഷം കഴിഞ്ഞാണ്. അതുകൊണ്ട് ജനവികാരം മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് നമ്മളെല്ലാം മണ്ടന്മാരാക്കാനുള്ള അവസ്ഥയാണെന്നേ ഞാൻ പറയൂ. കാരണം 5 വർഷം വരെ അവർക്ക് ഭരിക്കാമല്ലോ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് അതിനോടുകൂടി നമുക്ക് യോജിക്കാനൊക്കില്ല. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് MP-മാരും MLA-മാരും മാറും. ഇവിടെ ഇപ്പം മാറിയിരിക്കുന്നത് BJPക്ക് അനുകൂലമായി പാർലമെൻറ്റിൽ 8 AIDMK MP-മാർ മാറിയിരിക്കുന്നു. പക്ഷേ പാർട്ടി എന്ന് പറയുന്നതിനുള്ള ഭരണഘടനാ പ്രകാരമുള്ള നടപടികൾ ഇവർക്കെതിരെ കൂറുമാറ്റങ്ങൾ നാളെ വന്നു കൊടുന്നില്ല. അതാണ് കാരണം ഭൂരിപക്ഷം MP-മാർ ഇപ്പുറത്താണ്. ഞാൻ മടങ്ങിയത് ശ്രീ ഹസനുൽ ബെൻ, അതായത് ഈ പറയുന്ന രീതിയിൽ BJPയിലേക്ക് മാത്രമായി നമുക്ക് ആക്രമണങ്ങൾ നടത്തുമ്പോഴും അവർ പറയുന്ന കാര്യം അത്ര പെട്ടെന്ന് തമിഴകത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കടന്നു വരാൻ BJP കഴിയുമോ, അല്ല അവരുടെ നീക്കങ്ങൾക്കൊക്കെ തന്നെ സാധ്യമാണോ ഇതൊക്കെ? നമ്മളതോ ഈ പറയുന്ന കേവല രാഷ്ട്രീയ ആരോപണങ്ങളായി ഇത് നിൽക്കുകയാണോ ചെയ്യുന്നത്? എന്തായാലും ഇതിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ കൂടിയും അത്ര പെട്ടെന്ന് സമരസപ്പെടാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണോ തമിഴ്നാട്ടിലുള്ളത്? 10 വർഷത്തേക്കെങ്കിലും തമിഴ്നാട്ടിൽ BJPക്ക് ഒരു രാഷ്ട്രീയമായ വലിയൊരു സ്വാധീനം പ്രതീക്ഷിക്കാൻ അടുത്ത 10 വർഷത്തേക്ക് പോലും സാധ്യമല്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് അടുത്ത ആഗസ്റ്റിന് മുമ്പായി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നുണ്ട്. അത് കൂടാതെ ലോക്സഭയിൽ, രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധിയിൽ വളരെ നിർണായകമായ സഹായം കേന്ദ്ര സർക്കാരിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ADMK ആണ്. ഇതിന് പരോപകാരം എന്ന നിലക്കാണ് തമ്പിദുരൈയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കുന്നത്. അപ്പോൾ BJPയുടെ ഒരു പദ്ധതി അനുസരിച്ച് തമ്പിദുരൈയെ ജയലളിതയ്ക്ക് ശേഷമുള്ള ഒരു പിൻഗാമിയായി വളർത്തിയെടുക്കുക എന്നൊരു ധാരണയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അത് ഇതുകൊണ്ടായിരുന്നു. കാരണം ദീർഘകാലാടിസ്ഥാനത്തിലേക്കാണ് BJP തമിഴ്നാട്ടിൽ കണ്ണുവെക്കുന്നത്. അതുപോലും അതിൻ്റെ വിജയം പോലും എത്രയാണെന്ന് നമ്മൾക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഒരു ഹിന്ദുത്വ കക്ഷിക്ക് വളർച്ച നേരിടാൻ കഴിയുമെന്ന കാര്യം. അതേസമയം കോയമ്പത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ BJPയുടെ ശക്തിയും വളർച്ചയും നാം കണ്ടതുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരമൊരു ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തേക്കുള്ള ഒരു അജണ്ട എന്ന നിലയിൽ AIDMKയുടെ അണികളെയാണ് BJP നോട്ടമിടുന്നത്. DMK പലപ്പോഴും ഈശ്വരവിശ്വാസം പോലും ഇല്ലാത്ത DMK നേതാക്കളുടെ കീഴിൽ നിൽക്കുന്ന അണികളെ ഒരിക്കലും BJP പ്രതീക്ഷിക്കുന്നില്ല. ഇവരുടെ സവർണ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഏറെക്കുറെ നിൽക്കുന്നത് AIDMKയുടെ ജയലളിതയുടെ കൂടെയാണ്. ഇത്തരമൊരു ഘട്ടത്തിലാണ്, നിങ്ങൾക്കറിയാം, രാമസ്വാമി, സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവരൊക്കെയും ജയലളിതയെ പലപ്പോഴും പല ഘട്ടങ്ങളിലും അവരെ പിന്തുണച്ചവരാണ്. അപ്പോൾ ഈ ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു സമവാക്യത്തിൽ BJPക്ക് നല്ലത് AIDMKയുമായി ചേർന്ന് നിൽക്കുന്നതാണെന്നും കാലക്രമേണ AIDMKയുടെ അണികളെ ഇങ്ങോട്ട് സ്വാംശീകരിക്കുമെന്ന ഒരു കണക്കൂട്ടലാണ് BJPക്കുള്ളത്. നമുക്കറിയാം ശിവസേനയ്ക്ക് എന്ത് സംഭവിച്ചു മഹാരാഷ്ട്രയിലെന്ന്. അപ്പോൾ ഈ തരത്തിൽ എപ്പോഴും RSSും BJPയും നാം അങ്ങനെ കുറച്ച് കാണരുത്. അവർ വളരെ ദീർഘകാലത്തേക്കുള്ള അജണ്ടയാണ് അവർ നടപ്പാക്കുന്നത്. ആ അജണ്ടയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിലേറിയത് പോലും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സാഹചര്യം തന്നെയാണ് തമിഴ്നാട്ടിലുമുള്ളത്. അതുകൊണ്ട് BJPയുടെ അജണ്ടയിൽ പരിമിതപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമില്ലാതെ
ജനങ്ങളുടെ പക്ഷം, ജനങ്ങളുടെ രോഷം എന്നൊക്കെ നോക്കാൻ ഗവർണറെ ആരാണ് എന്നാണ് ഏൽപ്പിച്ചു തുടങ്ങിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ജല്ലിക്കെട്ടിൻ്റെ കാര്യം. അങ്ങനെ ജനങ്ങളുടെ വികാരമൊക്കെ മാനിച്ച് സുപ്രീം കോടതിയൊക്കെ വിധി നടപ്പാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥക്കൊക്കെ എന്തർത്ഥമാണ് ഉണ്ടാവുക? സത്യത്തിൽ ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിൽ പോലും കേന്ദ്ര സർക്കാരും പന്നീർശെൽവവും ഒത്തുകളിച്ച് സുപ്രീം കോടതിയെ ഇരുട്ടിൽ നിർത്തുകയാണ്. സുപ്രീം കോടതി എന്ത് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പോലും ഇവിടെ പരിമിതിയുണ്ട്. കാരണം സുപ്രീം കോടതി ആ ഒരു ദിവസത്തേക്ക് കണ്ണടച്ച് പിടിക്കുകയായിരുന്നോ എന്ന് പോലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭാഗത്ത് വിധി പുറപ്പെടുവിച്ച് അതിനെതിരെ പുറപ്പെടുവിച്ച വിധിയെ, ആ വിധി നിലനിൽക്കത്തിന് ജല്ലിക്കെട്ടിന് മൗനാനുവാദം നൽകുന്ന തരത്തിലുള്ളൊരു സാഹചര്യം സംജാതമാക്കുക, ഇത് അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയെ തന്നെ പിടിച്ച് അതിന്റെ ന്യായീകരണത്തിൽ ശ്രീ ദേവദാസ്, അവസാനമായി, അതായത് ഈ മൈത്രേയൻ ഇന്ന് ഗവർണറെ കാണുന്നു, അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നു, വ്യക്തമായ ഒരു പ്ലാറ്റ്ഫോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഗവർണർ പ്രവർത്തിക്കുകയുമാണോ ചെയ്യുന്നത്? മൈത്രേയനിലൂടെ പല കാര്യങ്ങളും നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ടോ? അവസാനമായി ഇത് അതാ പ്രതീക്ഷ ഞാൻ പറഞ്ഞ്, ഈ വേലക്കാരിൻ്റെ തല മരിച്ചപ്പോൾ മുഖ്യമന്ത്രി നിൽക്കെ ശശികലേനെ തൊട്ട് ബാക്ക് ഡോറിലേക്ക് കടക്കാൻ നോക്കുന്നതാണ്. 19 സീറ്റ്സ് രാജ്യസഭയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട 2019 മുമ്പേ ഈ 19 രാജ്യസഭേൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഈ ADMKൻ്റെ വോട്ട് വേണം. ഏത് വൃത്തിയായിട്ട കളിയും കളിക്കും. അതിനാണ് ഗവർണറെ ഉപയോഗിച്ചത്. ഗവർണർ ഫ്ലോറിലാണ് ഇത് നോക്കേണ്ടത്. ഗവർണർ ഇവരെ വികാരോ രാജ്ഭവനിലൊന്നുമല്ല. ഫ്ലോറിൽ നാളേക്ക് നാളെ ശശികലേനെ വിളിച്ച് അവരെ ഫ്ലോറിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. അത് നാളെ മറ്റന്നാൾ അവൾ കേസിൽ പെട്ടാൽ പുറത്തു പോകണം. അതൊന്നും ഗവർണർ നോക്കണ്ടില്ല. ഗവർണർ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ, ഇത് പ്രസിഡൻഷ്യൽ റൂളിന് ഇങ്ങനെ ഒരു ജനവികാരം ആക്കാൻ നോക്കുന്ന ഒരു സൈഡ് BJP, അല്ലെങ്കിൽ ജല്ലിക്കെട്ടിൻ്റെ വാക്യൂമുള്ള യങ്സ്റ്റേഴ്സിനെ വഴിതെറ്റിച്ച് രജനീകാന്തിൻ്റെ പഴയ മണ്ഡല പൊടി തട്ടിയ ട്രോജൻ ഹോസിനെ പോലെ രജനീകാന്തിനെ ഉപയോഗിച്ച് തിരിച്ചു വരാൻ ബാക്ക് ഡോറിലെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രോസ്റ്റിറ്റ്യൂഷണലൈസേഷൻ of democracy and ഭരണഘടന ഇവിടെ. and the pimp is this governor. ശ്രീ ജോർജ് കുര്യൻ, എന്തായാലും BJP രാഷ്ട്രീയമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെ അറിയിക്കുന്നു? ഈ തമിഴ്നാട് സാഹചര്യം BJPയുടെ രാഷ്ട്രീയമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? ഇപ്പൊ സംശയങ്ങൾ മാത്രമല്ല ഗവർണറുടെ ഇത്രയും നേരം ക്ഷമിച്ചിരിക്കുകയായിരുന്നു. മിസ്റ്റർ പിമ്പ് പറയുന്നത് ഒന്നും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല. കാരണം ഇത് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പല പ്രാവശ്യം ഗവർണർ പോലെ കളിക്കുന്നു. ഇത് മീഡിയ ചർച്ചയ്ക്ക് പറ്റിയ ഭാഷയല്ല. മീഡിയ ചർച്ചയ്ക്ക് പറ്റിയ ഭാഷയല്ല. അതുകൊണ്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ? തിരിച്ചറിയും. നിങ്ങൾ വാറ്റ് കുടിച്ചുകൊണ്ട് വന്ന പിമ്പാണ്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുക. പല പ്രാവശ്യം നിങ്ങൾ 15 പ്രാവശ്യം പിമ്പെന്ന് പറഞ്ഞു. അതാണ് 15 പ്രാവശ്യം പിമ്പെന്ന് പറഞ്ഞു. നിങ്ങൾ വാറ്റ് കുടിച്ച പിമ്പാണ്. അതുകൊണ്ട് അത് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ബെന്ന പറഞ്ഞല്ലോ, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷത്തേക്ക് സാധിക്കില്ല. അത് തെറ്റാണ്. കാരണം ഒരു 10 വർഷം മുമ്പ് ആസാമിൽ AGPക്ക് പകരം BJP വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ആക്ഷേപിക്കുമായിരുന്നു. കാരണം അന്ന് 2-3 സീറ്റൊക്കെ ഉള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക്. എങ്ങനെയാണ് വന്നത്? ആ ലോകത്ത് ആദ്യമായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഒരു വിദ്യാർത്ഥി നേതാവ് മുഖ്യമന്ത്രിയായ സ്റ്റേറ്റാണ്. ആ പ്രാദേശിക വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ പുറത്തു പോകുക, ആ ഭാഷയല്ലായിരുന്നു, ഇന്ത്യക്കാർ പുറത്തു പോകുക എഴുതി വെച്ച ആസാമിൽ ഇന്ന് ഭാരത് മാതാ കി ജയ് എന്നാണ് വിളിക്കുന്നത്. സമയക്കുറവുണ്ട്. ഈ പറഞ്ഞ 10 വർഷമല്ല, ഈ 1 വർഷത്തിനകം നിങ്ങൾ കാര്യങ്ങൾ എന്തായാലും അവിടെ ഒരു ആ ഉദ്ദേശിച്ച രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കും. അത് ഇങ്ങനെ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതില്ലല്ലോ. അല്ല, രാഷ്ട്രീയം BJPയുടെ തീരുമാനവും കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനവും രണ്ടാണ്. ശരി. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയും കീഴ്വഴക്കവും ഉണ്ട്. അതനുസരിച്ച് അദ്ദേഹം ചെയ്യും. BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടില് തീർച്ചയായിട്ടും, കാരണം DMKയും ADMKയും ആദർശത്തിൽ നിന്ന് പോയിരിക്കുന്നു. DMK അവരുടെ ചിഹ്നത്തിന്റെ പേരിലുള്ള കമ്പനി, അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മുതലാളികളായിട്ട് തീർച്ചയായും സമയക്കുറവുകൊണ്ട് ഇടപെടേണ്ടി വരുന്നു. വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെ ഇക്കാര്യത്തിൽ BJPക്കുണ്ട്. ഗവർണറുടെ അതേസമയം തീരുമാനത്തിന് കാത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാകുമോ? നാളെ ഏത് നിലയിലായിരിക്കും ചർച്ചകളും ഒപ്പം തന്നെ കുതിരക്കച്ചവടവും നിയമ പോരാട്ടവും നടക്കുമെന്ന് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.